ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടിണി തുടച്ചു മാറ്റിയ, ജനങ്ങളുടെ കയ്യിൽ പണം എത്തിച്ച, രാജ്യത്തെ ജനങ്ങളെ സാമ്പത്തികമായി കൈപിടിച്ചുയർത്തിയ ഒരു ബൃഹത്തായ പദ്ധതി UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ആ പദ്ധതി ഇന്ന് കേന്ദ്ര സർക്കാർ പരിപൂർണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. പദ്ധതിയുടെ പേര് മാറ്റിയെന്ന് മാത്രമല്ല, അതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കുന്നത് വഴി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ഇന്ന് തൊഴിലുറപ്പല്ലാത്ത ഒരു പദ്ധതിയായി മാറുന്ന സാഹചര്യമുണ്ടായി. മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. കൊന്നിട്ടും തീരാത്ത പകയുമായി സംഘപരിവാർ മഹാത്മാഗാന്ധിക്ക് പുറകിൽ ഇന്നും വേട്ടയാടിക്കൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിലും ആ പദ്ധതിയുടെ സ്വഭാവം തന്നെ മാറ്റിയതിലും 100 ദിനങ്ങൾ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഇന്ന് 100 ദിനങ്ങൾ തൊഴിലവസരങ്ങൾ ഉറപ്പ് നൽകാൻ സാധിക്കാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്താകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിപുലമായ റാലി ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വൈകിട്ട് 3 മണിയോടുകൂടി റാലി ആരംഭിക്കുകയും അതിനുശേഷം കോഴിക്കോട് ബീച്ചിൽ സമാപന യോഗം നടക്കുകയും ചെയ്യുകയാണ്. മുൻ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ BV ശ്രീനിവാസാണ്, AICCയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ BV ശ്രീനിവാസാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ റാലിയുടെ ഭാഗമായി പ്രധാനമായും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംസ്ഥാനത്തിനകത്ത് സമാനതകളില്ലാത്തൊരു കൊള്ളയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ പങ്കാളിയായി എന്നുള്ളതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. CPIMൻ്റെ ഉന്നതനായ ഒരു നേതാവ് ഇന്നും ജയിലിൽ കിടക്കുകയാണ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ജയിൽവാസത്തിലേക്ക് അദ്ദേഹം കടന്നുപോയിട്ടും ഈ നിമിഷം വരെയും മുൻ MLAയും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെതിരെ ഒരു നടപടി പോലും CPIMൽ നിന്നുണ്ടായിട്ടില്ല. വാസുവിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ CPIMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടു വന്നിട്ടും ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ്, പാർട്ടിയിൽ നിന്ന് പോലും ഒരു നടപടിയെടുക്കാൻ CPIM തയ്യാറാകാത്തൊരു നിലപാടാണ് സംസ്ഥാനത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ സംസ്ഥാനത്തിനകത്ത് ഒരു വലിയ ജനങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ വൈകാരികമായൊരു വിഷയമായി ഇന്നും അവശേഷിക്കുകയാണ്. ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ രാജ്യത്തും സംസ്ഥാനത്തും നിലവിലിരിക്കുന്ന 2 സർക്കാരുകളും ഈ സംസ്ഥാനത്തിനകത്തെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും തൊഴിൽ നൽകുന്നതിലും പരാജയപ്പെട്ടവരും തൊഴിൽ നിഷേധിച്ചവരുമായ 2 സർക്കാരുകളാണ്. അപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇന്ന് ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ രാജ്യത്താകമാനം നരേന്ദ്രമോദിക്കും കേരളത്തിൽ പിണറായി വിജയനുമുള്ളത് ഒരുപോലെയുള്ള പങ്കാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ തൊഴിൽ നിഷേധം നടത്തുന്ന, തൊഴിൽ കൊള്ള നടത്തുന്ന ഈ സർക്കാരുകൾക്കെതിരായ ഒരു സമരകാഹളത്തിനാണ് ഇന്ന് കോഴിക്കോട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നത്. ഈ സമരകാഹളത്തിൻ്റെ ഭാഗമായി ഇന്ന് റാലിയും പൊതുയോഗവുമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. 21 കൂടി നിയമസഭാ മാർച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നടപ്പിലാക്കപ്പെടുകയാണ്. വിവിധ ജില്ലകളിലെ മാർച്ചും അതോടൊപ്പം തന്നെയുള്ള പ്രതിഷേധ പരിപാടികൾക്കും ഈ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഇതൊരു അന്തിമ പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സജീവമായ ചർച്ചയാക്കുന്നതിന് വേണ്ടി കൂടി തന്നെ CPIMൻ്റെ ആ കൊള്ളയിലുള്ള പങ്ക് കൃത്യമായി പുറത്തു വിളിച്ചു പറയുന്നതിന് വേണ്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ മകരവിളക്ക് ദിനത്തിൽ മണ്ഡലം തലത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കാനും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള സമരപരിപാടികളും വ്യത്യസ്തമായ തലങ്ങളിലുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവുകളുമായി സംസ്ഥാനത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ പ്രചരണ പരിപാടികൾക്കും സമരപരിപാടികൾക്കും ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്കും യൂത്ത് കോൺഗ്രസ് ഈ സമരകാലത്തിലൂടെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, ഞാനെന്ന് പറഞ്ഞ ഈ റാലി പോലും ഈ സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തുമുള്ള ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്.
2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വന്ന കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 2 കോടി തൊഴിലവസരങ്ങൾ എവിടെയെന്ന് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പക്കോട ഉണ്ടാക്കുന്നവരും റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്നവരുൾപ്പെടെയുള്ള ആളുകളുടെ തൊഴിലവസരങ്ങളായി കണക്കാക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2 കോടി തൊഴിലവസരം ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് കേരള സർക്കാരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് ഇവിടെ CPM-ൻ്റെയൊക്കെ പ്രചരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എത്ര ലക്ഷം തൊഴിലവസരങ്ങൾ ഈ സർക്കാരിന് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. 1.40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പുതിയ തൊഴിലവസരങ്ങൾ ഏതെങ്കിലും ഉണ്ടായോ? എത്ര പേർക്ക് പുതിയതായി ജോലി നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ സംസ്ഥാന ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നതെങ്കിൽ പുതിയതായ നിയമനങ്ങൾ നടത്തുന്നതിൽ സർക്കാർ വളരെ പുറകിലാണ്. നിയമനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. KSEBയും KSRTCയും പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ ഉണ്ടായിരുന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഒന്നും തന്നെ അവിടങ്ങളിലേക്കും ജോലിക്കായി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഇതേ സർക്കാർ തന്നെയാണ് 2021 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളുടെ ജോലിയിലിരിക്കുന്ന ആളുകളുടെ വിരമിക്കൽ പ്രായം 58-ൽ നിന്ന് 60 ആക്കാൻ വേണ്ടി തുനിഞ്ഞത്. അന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ സർക്കാർ അതിൽ നിന്ന് പിന്മാറി. എന്നിട്ടൊരു വിദഗ്ധ സമിതിയെ പഠനത്തിനായി നിയോഗിച്ചു. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ നിൽക്കുന്ന ഈ സമയത്ത് പോലും ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ടുമില്ല. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ പേരിൽ നടപടിയും ഉണ്ടാകുന്നില്ല. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുവായ ഉത്തരവിലൂടെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം കൂട്ടാൻ സർക്കാർ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളെ സെപ്പറേറ്റായി പരിഗണിച്ച് വിരമിക്കൽ പ്രായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.